ഗായ്സ്, ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ നല്ല കുരുമുളക് ഇട്ടൊരു ബീഫ് റോസ്റ്റ് വെച്ചാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ബീഫാണ്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോബ്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. നമ്മുടെ കുക്കർ എടുത്തിട്ട് നമ്മുടെ ബീഫ് അങ്ങോട്ട് തട്ടി അതിനുശേഷം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനത് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. വേണ്ടവർക്ക് അത് ചതച്ചാണെങ്കിലും ചേർക്കാം. അത് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി 2 to 3 ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ഒരു എരിവിനനുസരിച്ചിട്ടാൽ മതി. മുളക് പൊടി ഒത്തിരി ഇടുന്നവർക്ക് അത് വേണമെന്നില്ല. ഒരു ടീസ്പൂൺ വല്ലതും മതി. ഞാനൊരു 1-1.25 ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. കറിവേപ്പില ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ കറി വെക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവസാനം അത് വഴട്ടാൻ നേരത്ത് എനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ട് കുറച്ച് എണ്ണ ഒന്നെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നമ്മുടെ കുക്കർ വിസിൽ വരാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വേണ്ടി 4 സവാള, കുറച്ച് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതിന് ചേരുന്ന രീതിയിലുള്ള ഇഞ്ചി എടുത്താൽ മതി, പച്ചമുളക്, ഇതെല്ലാം അരിയുക. അതിനുശേഷം അവസാനം വേണ്ടതാണ് നമ്മുടെ ഈ പെരിഞ്ചീരകവും കുരുമുളകും കൂടെ പൊടിച്ചത്. സമയമുള്ളത് കൊണ്ട് വിസിലടിക്കാൻ ആ സമയത്ത് ഞാൻ ചുമ്മാ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചതച്ച് വെക്കാമെന്ന്. നന്നായിട്ട് നമ്മുടെ കല്ലിലിട്ട് ചതച്ചങ്ങ് മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മുടെ കുക്കർ വിസിലടിച്ച് തുടങ്ങി. ഒരു 2-3 വിസിൽ മതി. നമ്മുടെ വേവ് അനുസരിച്ചാണ്. ഞാനൊരു 2-3 വിസിലാണ്. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മസാലയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇവിടെ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ പോകണം. മലയാളി സ്റ്റോഴ്സൊക്കെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മൾ സ്റ്റാൻമോറിൽ നിന്നാണ് സ്ഥലത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പിശുക്കി ഇടുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സവാള ഇട്ട് കൊടുക്കാവുള്ളൂ. നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് കാണാമല്ലോ. നമുക്ക് നോർമലി കറി വെക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ, നമ്മളൊന്ന് കളർ ചേഞ്ച് വരുന്നതിനും നല്ലതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഉള്ളൂ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകും ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന എണ്ണ ഞാൻ പറഞ്ഞില്ലല്ലേ, സോറി. അപ്പോൾ ഒരു 5-6 പച്ചമുളക് എടുത്ത് കീറി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടി ഇടുക. സവാള ഇതുപോലെ തന്നെ നല്ല ബ്രൗൺ കളർ ആവണം. നല്ല ബ്രൗൺ കളർ ആവുന്നതിന് വരെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാനിത് പെട്ടെന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് പെട്ടെന്നൊന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇടുന്നൊരു എളുപ്പവഴിയാണ്. നിങ്ങളെല്ലാവരും ഇടുമായിരിക്കും, എനിക്കറിയില്ല. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പെട്ടെന്ന് അത് സോട്ടായി ഇച്ചിരി പെട്ടെന്ന് വഴറ്റി കിട്ടും. അപ്പം ഇവിടെ UK 2 കളർ ഓഫ് സവാള നമുക്ക് കിട്ടും. ഒന്ന് ഈ കളറിൽ നല്ല ഡാർക്കായിട്ടുള്ള ഒരു റെഡല്ല, പിങ്ക് കളർ കിട്ടും. പിന്നെ നല്ല വൈറ്റ് സവാള കിട്ടും. അപ്പം ചിലർക്കെല്ലാം വൈറ്റ് സവാളയാണ് ഇഷ്ടം, പക്ഷേ എനിക്കത് ഇഷ്ടമില്ല. കാരണം ഇത് പെട്ടെന്ന് വഴറ്റും. അതിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സവാള ഇത് പെട്ടെന്ന് വഴണ്ട് വരും, മറ്റേ വെച്ചിട്ട് താമസമാണ്. അപ്പം നമ്മുടെ സംസാരത്തിനിടയ്ക്ക് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇച്ചിരൂടെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുണ്ട്. അത് നന്നായിട്ട് ഒതുങ്ങും. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരൂടെ ക്വാണ്ടിറ്റി അങ്ങോട്ട് ഒതുങ്ങും. അതിന് ശേഷമുള്ളൂ ഞാൻ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളും ഒക്കെ ചേർക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ഉള്ളൂ ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പം ഇപ്പോൾ ഒന്ന് ഏകദേശം ഒതുങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു. ഇത് ഫ്രോസൺ തേങ്ങാക്കൊത്താണ്. ഞാനിവിടെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടാൽ മതി. അപ്പം ഞാൻ ആ തേങ്ങാക്കൊത്ത് ഇത് ലാസ്റ്റ് ഭാഗമായിരുന്നു. കുറച്ചുകൂടെ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ തേങ്ങാക്കൊത്ത് അതോടുകൂടി തീരുമായിരുന്നു. അതുകൊണ്ട് ഞാനത് ഫുള്ള് കഴുകിയിട്ടു. എന്നിട്ട് ആ സവാളയുടെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അത് മസാല എല്ലാം റെഡി ആക്കിയിട്ടേ ഉള്ളൂ ഇത് എടുത്താൽ മതി. അതുകൊണ്ട് ഞാനതെല്ലാം നന്നായിട്ട് സോട്ടായി കഴിഞ്ഞിട്ട് ഞാൻ അത് വേറൊരു പ്ലേറ്റിലേക്ക് ഫുള്ള് മൊത്തം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് മസാല വഴട്ടാം. അപ്പം ആ സമയത്ത് നന്നായിട്ട് നിവർത്തി വെച്ചിട്ട് അത് ചൂട് പോകണമെന്നൊന്നും ഇല്ല, ഞാനങ്ങനെ വെച്ചതേ ഉള്ളൂ. കാരണം ആ സമയത്ത് എനിക്ക് പൊടിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണമായിരുന്നു. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, ഗരം മസാല,
കുറച്ച് മീറ്റ് മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മൂത്ത് വരണം. ആ പൊടി മാത്രം ഇട്ട് ഞാൻ മൂപ്പിക്കുകയാണ്. അതിൻ്റെ കളർ ചേഞ്ച് വരുന്നിടം വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം പൊടിയുടെ അളവെന്ന് പറയുന്നത്, നമ്മുടെ ബീഫ് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുളക് പൊടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാനൊരു 1.5 ടീസ്പൂണോടെ ഇട്ടു. ഒരു 2-2.5 സ്പൂൺ ഇത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം മൂപ്പിച്ച് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വെന്ത ബീഫ് വിസിലടിച്ച് വെന്തിരിക്കുവാണല്ലോ, അത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആ സവാളയൊക്കെ സോട്ട് ചെയ്ത പാനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് വെള്ളം അങ്ങോട്ട് പറ്റി വരണം. കുറച്ച് ടൈം എടുക്കും, ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും നന്നായിട്ട് സോട്ട് ചെയ്ത് അതൊന്നും ആ വെള്ളം എല്ലാം കൂടെ പിടിച്ച് നല്ല ഇതായിട്ട് വരാനായിട്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമ്മൾ ആ മൂപ്പിച്ച പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ പൊടി ബീഫിലോട്ട്, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ബീഫിലോട്ട് നല്ലതായിട്ട് പെട്ടെന്ന് പൊടി പിടിക്കും. പൊടി പിടിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തേങ്ങാക്കൊത്തും അതെല്ലാം കൂടെ നമ്മുടെ ആ ഗ്രേവിക്കുള്ള സാധനം എല്ലാം കൂടെ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബീഫിൻ്റെ കറിയുടെ ഏകദേശം ഒരു പണി തീരാറായി. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. കാരണം എത്രത്തോളം സോട്ട് ചെയ്യുന്നോ അത്രത്തോളം ആ ഗ്രേവിയും ആ പൊടിയും ആ ബീഫിലോട്ട് പിടിക്കും. അപ്പം നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് കളർ ചേഞ്ച് കാണും. ഞാനൊരു ഡാർക്ക് ബ്രൗൺ കളർ വരെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പം നല്ലതായിട്ട് ഇളക്കും തോറും ആ മസാല അതിൽ പിടിക്കും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി ഡ്രൈ ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. കാരണം ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ വെള്ളം ഫുൾ പറ്റിച്ചെടുത്താണല്ലോ. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പോകും. അതുകൊണ്ട് നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരിയുടെ ഒരു ഇച്ചിരിയുടെ ഒരു മെഴുക് പോലെ ഇരിക്കും. ഒരു ഇച്ചിരി ജ്യൂസി ആയിട്ട് വരും. അങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ കറിവേപ്പില ഞാൻ എടുത്തിട്ട് കൊടുത്തു. അപ്പം ഇച്ചിരി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും ആ സമയത്ത് ഇടുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം കൂടെ സോട്ട് ചെയ്തു. കാരണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഇച്ചിരി കൂടെ ഡ്രൈ ആക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചില്ലേ ആ പെരുംജീരകം കുരുമുളകും, അത് ഞാൻ അങ്ങോട്ട് ഇട്ടു. അപ്പം ആ ഒരു ഒത്തിരി അപ്പം അത് ഇളകണ്ടെന്നല്ല, ഒത്തിരി അങ്ങോട്ട് അതിട്ടിട്ട് വേവിക്കണ്ട. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിനകത്ത് കിടക്കും തോറും നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല സ്പൈസി ആയിരിക്കും. കുരുമുളകും മുളക് പൊടിയെല്ലാം നമ്മൾ ആവശ്യത്തിൽ അധികം ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത്ര അധികം സ്പൈസി വേണ്ടാത്തവർ അത്രയും കുരുമുളക് ഇടരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നന്നായിട്ട് സ്പൈസി കഴിക്കുന്നവർക്ക് ഇടാം, നമ്മുടെ അളവിനനുസരിച്ച് ഇടാം. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും ആ ഫ്ലേവർ അങ്ങോട്ട് നമ്മുടെ ബീഫിൽ പിടിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഏകദേശം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറി. അങ്ങനെ ഇനി ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ഇനി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എല്ലാവരും കമൻറ്റ് പറയുക.